അപ്പൊ ഞാനിപ്പോ ഉള്ളതേ പൊക്ലായി ബീവറേജിന്റെ വടക്ക് വശത്തുള്ള നമ്മളെ ചായക്കടയിലുണ്ടാ നമ്മളെ ഉണ്ണിച്ചാറിന്റെ ചായക്കടയിലാണ്. ഇവിടെ പ്രത്യേകത എന്താണെന്നറിയോ, ഗ്യാസ് തീർന്നാലും ചായ ഇവിടെ ഉണ്ടാവും കേട്ടാ. ഗ്യാസിന് എത്ര പ്രോബ്ലം വന്നാലും ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, പണ്ടത്തെ ആ സ്റ്റൗവിലേക്ക് മാറി അല്ലെ. അറക്കപ്പൊടിയുടെ സ്റ്റൗ ഉണ്ടാ. പണ്ട് പഴയ കാലത്ത് കണ്ടിട്ടില്ലേ, നമ്മളെ പാട്ടയില് നമ്മളെ അറക്കപ്പൊടിയൊക്കെ നിറച്ചിട്ട് കത്തിക്കണം, അതേ മെത്തേഡിലേക്ക് മാറി. കാരണം എന്താണ്, രക്ഷയില്ല. ജീവിക്കണമെങ്കിൽ ഇതേപോലുള്ള പരിപാടികളൊക്കെ ചെയ്യണം അല്ലെ. അപ്പൊ ഇതിപ്പോ പാട്ടല്ല, ഇതിപ്പോ ജിഐയുടെ ഷീറ്റ് വളച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടാ. ഒരുവിധം കടകളൊക്കെ പൂട്ടി തുടങ്ങി, വളരെ പ്രയാസത്തിലാണ്. കാരണം പുതിയതായിട്ട് പ്രതീക്ഷകളോടെ തുടങ്ങിയ പല കടകളും പൂട്ടിയേക്കാണ്. അതേപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് ജീവിക്കണ നമ്മളെ ഇറച്ചി കച്ചവടക്കാര്, കോഴിയുടെ കച്ചവടക്കാര്, പാൽ കച്ചവടക്കാര് തുടങ്ങിയ എല്ലാവരും പ്രയാസത്തിലാണ്. അപ്പൊ ഇതേപോലെയുള്ള ചെറിയ ചെറിയ വിദ്യകൾ കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോണത് അല്ലെ ഉണ്ണിച്ചേട്ടാ. അപ്പൊ ഇത് നടക്കണ രീതി എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ പണ്ടത്തെ ആദ്യം ഇടും, നനച്ചെടുക്കും ചെറുതായിട്ട്, 3 ലെയറായിട്ട് ഇട്ട് നനച്ച് ടൈറ്റ് ചെയ്യും. എന്നിട്ട് പൈപ്പ് വെച്ചിട്ട് ഹോള് ഉണ്ടാകും. ഹോള് വേണം, ഹോള് ഉണ്ടായാലേ കത്തുള്ളൂ. കുറച്ചു നേരത്തെ ഇത് മാത്രമേ ഉള്ളൂ ഗ്യാസുമുള്ള പരിപാടി. കാരണം ഗ്യാസ് കിട്ടാനില്ലല്ലോ. ഇറാനും ഇസ്രായേലും അമേരിക്കൊക്കെയാണ് യുദ്ധം ചെയ്യണമെങ്കിലും അത് നമ്മളെ നെഞ്ചത്തിന് വന്ന് വീണ് ജോലിയെ ബാധിക്കലും കടകളെ ബാധിക്കലും ഒക്കെ ആയിട്ട് നമ്മൾക്ക് വിനയായിട്ട് മാറുന്നത്. അപ്പൊ അത് മാത്രല്ല, നല്ല അടിപൊളി ചായ ഉണ്ടാ. ചേട്ടാ എങ്ങനെയുണ്ട് നമ്മളെ ചായ? അല്ലെ അടിപൊളി. അപ്പൊ അടിപൊളി ചായ ഉണ്ടാവും. ചായ നല്ല ചായ കുടിക്കുന്നവർക്ക് ഇങ്ങോട്ട് പോരാട്ടാ. ഓക്കെ. അത് മാത്രല്ല, എല്ലാ കടകളിലും പൂട്ടിക്കഴിഞ്ഞാലും പൂട്ടൂലെന്ന് ധൈര്യമുള്ളൊരു കട ഉണ്ടെങ്കിൽ പൊക്കളയിൽ കട മാത്രമല്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ കണ്ടില്ലേ അറക്കപ്പൊടിയുടെ സ്റ്റൗണ്. അറക്കപ്പൊടി എന്തെങ്കിലും നിക്കണ് അന്നോ ഈ പരിപാടി നിക്കുള്ളൂ കേട്ടാ. അപ്പൊ ഓക്കെ, അപ്പൊ ബൈ.